ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ദീപാവലി പ്രമാണിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. ഞങ്ങൾ ഈ തിരുവനന്തപുരം ഒക്കെ കാണാനും പിന്നെ ഞങ്ങളെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് ആരൊക്കെയാണ് വരുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പം എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, വരെ പഴയ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം അരിലേട്ടൻ്റെ ഏട്ടനും വൈഫും മോനുമാണ് വരുന്നത്. അപ്പോൾ അവർ വന്ന് വേഗം റെഡിയായി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളൊരു 12 മണി ആയിട്ടുണ്ട്. 12 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നല്ല മഴക്കാറുണ്ട്, കുറച്ച് വെയിലുണ്ട്. ചെറിയ ഭാഗത്തേക്കൊക്കെ വെയിലായിട്ടാണ്, ഞങ്ങൾ ഈ ഭാഗത്തേക്കൊക്കെ വെയിലുണ്ട്, പക്ഷേ ദൂരോട്ട് മഴക്കാറാണ്. ഞങ്ങൾ റെഡിയായിട്ട് പോകുന്ന സ്ഥലം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം, ഞങ്ങൾ ചടയമംഗലുള്ള ജഡായു പാറയിലേക്കാണ് പോകുന്നത്. ജഡായു എർത്ത് സെൻറ്ററിലേക്കാണ് പോകുന്നത്. അപ്പം അവിടേക്ക് മേലോട്ട് കയറിയാലാണ് നമ്മളെ വണ്ടി വരുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും മേലോട്ടേക്ക് കയറുകയാണ്. നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ സൺഗ്ലാസൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് പോകുന്ന കാഴ്ചകൾ കാണാം. അപ്പം ഞങ്ങൾ കാറിലൊക്കെ കയറി ഊബർ വിളിച്ചാണ് ഞങ്ങൾ ചടയമംഗലത്തേക്ക് പോകുന്നത്. അപ്പം ഞങ്ങൾ 6 പേര് മാത്രമാണെങ്കിൽ ഞങ്ങളിങ്ങനെയല്ല കേട്ടോ പോവുക. നല്ല സൗണ്ടിലൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ചാൽ പോവുക. ഇതിപ്പം ഞങ്ങൾ 6 പേരല്ലാതെ തന്നെ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ. അപ്പം ഡ്രൈവർ ഉള്ളപ്പോൾ നമ്മൾ കുറച്ച് മര്യാദ വേണമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര കാം ആൻഡ് ക്വയറ്റായിട്ട് വെറും ആക്ഷൻസ് മാത്രം കാണിച്ച് ഒതുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ജഡായു എർത്ത് സെൻറ്ററിലെത്തി. അവിടെ വരുമ്പോൾ തന്നെ ഊബർ ആണെങ്കിൽ പാർക്കിംഗ് ഫീ കൊടുക്കണ്ട, അല്ലെങ്കിൽ പാർക്കിംഗ് ഫീ കൊടുത്തിട്ട് മുന്നിൽ തന്നെ പാർക്ക് ചെയ്യാം കാറ്. പിന്നെ ഞങ്ങൾ മുന്നിൽ ഇതിൻ്റെ എർത്ത് സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് തന്നെയായിട്ട് നല്ല വലിയ പാർക്കിംഗ് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അവിടെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒന്നും അവിടെ ഇല്ല. പിന്നെ അവിടേക്ക് നടന്നു പോവുകയാണെങ്കിൽ 325 രൂപയാണ് അവിടെ പാർക്കിംഗ് ഫീ, അല്ല എൻട്രി ചാർജ്. അത് ഇപ്പം അങ്ങനെ ആരും അങ്ങനെ നടന്നു പോകുന്നില്ല. അപ്പം അവിടെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോയ സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ക്യാഷായിട്ട് തന്നെ കൊടുക്കണം. ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ എൻട്രി ഫീ ക്യാഷായിട്ട് തന്നെ കൊടുക്കണം. കാർഡ്, ഗൂഗിൾ പേ ഒന്നും അവിടെ സ്വീകരിക്കില്ല. അതേപോലെ തന്നെ എൻട്രി ഫീ എന്ന് പറയുന്നത് 225 രൂപയും പ്ലസ് ടാക്സ് ആണ്. പിന്നെ കേബിൾ കാറിന് വേറെ ചാർജ് ഉണ്ട്, 250 പ്ലസ് ടാക്സ് ആണ് അവിടെ ഉള്ളത്. പിന്നെ അവിടെ ട്രക്കിംഗ് ആക്ടിവിറ്റീസ്, അങ്ങനത്തെ ഒരു ആക്ടിവിറ്റിയും കാര്യങ്ങളും ഒന്നും തന്നെ അവിടെ ഇല്ല. അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അങ്ങനെ പോകാനൊന്നും പറ്റില്ല. അവിടെ എൻട്രി ഇല്ല. അപ്പോൾ നമ്മൾ ഈ വഴിയാണ് നേരെ മേലോട്ടേക്ക് പോവുക. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും അവിടേക്ക് അലൗഡ് അല്ല. പ്ലാസ്റ്റിക് ഐറ്റംസ്, ഫുഡ് ഒന്നും അലൗഡ് അല്ല. ഒക്കെ നമ്മളിവിടെ ക്ലോക്ക് റൂമിൽ വെച്ച് പോകണം. പിന്നെ ഞങ്ങൾ ഇവിടെ 5 പേർക്കാണ് ടിക്കറ്റ് എടുത്തത്. മോന് ടിക്കറ്റ് എടുത്തിട്ടില്ല. അവിടെ ഹൈറ്റ് നോക്കിയിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ അവന് നോക്കുമ്പോൾ അതിൽ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു, അവന് ഹൈറ്റിൻ്റെ താഴെയായിരുന്നു. അപ്പം നമ്മൾ നേരെ മേലോട്ട് പോയി. മേലെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെന്തെങ്കിലും ഫുഡ് ഐറ്റംസ്, നമ്മൾ ചെറിയ ഹാൻഡ് ബാഗുകളൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പം അതിലെന്തെങ്കിലും ഫുഡ് ഐറ്റം കാര്യങ്ങളുണ്ടോയെന്ന് അവർ നല്ലോണം ചെക്ക് ചെയ്തിട്ടാണ് മേലോട്ടേക്ക് വിടുന്നത്. അപ്പോൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കേബിൾ കാറിലേക്ക് കയറുന്ന ആൾക്കാരൊക്കെ ഈ ഒരു വഴിക്കാണ് പോവുക. പിന്നെ നടന്നു പോകേണ്ടവർ ഈ ഒരു റൂട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ കേബിൾ കാറിലായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇനി നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് മേലോട്ട് നമ്മൾ കുറച്ച് ക്യൂ നിൽക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ കേബിൾ കാറിനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കണം. അപ്പം ഇതാണ് നമ്മളെ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. അപ്പം അവർ ടിക്കറ്റ് എടുക്കുന്ന സമയം നമ്മളിവിടെ ക്യൂ നിൽക്കുക ചെയ്യേണ്ടത്. അവർ ടിക്കറ്റ് എടുത്ത ശേഷമാണ് നമ്മളെ അകത്തേക്ക് കടത്തി വിടുക. പിന്നെ കടത്തി വിട്ട് നമ്മുടെ ടിക്കറ്റിൻ്റെ ക്രമം അനുസരിച്ചാണ് ആദ്യം എടുത്ത ആൾക്കാരെ ആദ്യം വിളിക്കും. അങ്ങനെയാണ് നമ്മൾ മേലോട്ടേക്ക് പോകുന്നത്, കേബിൾ കാറിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇത് അവിടുത്തെ ഓരോ സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ചെറിയൊരു ബോർഡാണ്. തിരക്ക് കൂടുതലാണോ കുറവാണോ? തിരക്ക്
അന്ന് ഞങ്ങൾ വന്നത് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ഞങ്ങൾ അവിടെ ഇരുന്നില്ല പോയത്. പകുതി പോലെ എത്രയേ നമ്മളുള്ളൂ. ഇതാണ് കേബിൾ കാറിൻ്റെ വെയിറ്റിംഗ് ഏരിയ. അവിടെ ഒരു കഫറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ ടിക്കറ്റ് കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് അവർ പറയുന്ന സ്ഥലത്ത് പോയി ഇരിക്കുക. അപ്പം നമ്മുടെ ടൈം ആവുന്നതിനനുസരിച്ച് അവരിങ്ങനെ നമ്മളെ വിളിക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് അവരത് നോക്കിയ ശേഷം നമ്മളവിടേക്ക് അകത്തേക്ക് കടത്തി ഇരുത്തും. അപ്പം ഇത് നമ്മൾ നിൽക്കുന്നത് കേബിൾ കാറിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഫാമിലി ഇപ്പോൾ എത്ര ആൾക്കാർ വന്നിട്ടുണ്ട് അവരെല്ലാവരും കൂടി നിന്നിട്ട് നമ്മളൊരു അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യൂ നിൽക്കുന്നത്. അത് ക്യൂ നിന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത പാടെ തന്നെ നമ്മൾ മേലോട്ടേക്ക് കയറും. അവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഈ പാറയൊക്കെ കണ്ട് തിരിച്ച് വരുന്ന സമയം നമുക്ക് ആ നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് അവർ ഈ ആ പരുന്ത് ബാക്ക്ഗ്രൗണ്ട് വരുന്നതും ഈ കേബിൾ കാർ ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ ഇത് കണ്ടോ, അതുപോലെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോന്ന് സെറ്റ് ആക്കിയിട്ട് നമുക്ക് ഏതാണോ കംഫർട്ട്, നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് സെലക്ട് ചെയ്യാം. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇതേപോലെ നിന്നിട്ട് നമ്മുടെ ഫോട്ടോയും എടുക്കും. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. നേരെ ഞങ്ങൾ ഇനി മേലോട്ട് കയറാണ്. ഇനി ഒരു 2 ഫ്ലോർ മേലെ കയറിയാലാണ് നമ്മുടെ കേബിൾ കാറിൻ്റെ അടുത്തേക്ക് എത്തുക. അപ്പം നമുക്ക് മേലോട്ട് പോകാം. അങ്ങനെ നമ്മൾ കേബിൾ കാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കേബിൾ കാറിൻ്റെ ക്യൂവിലാണ് ഞങ്ങൾ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ഇതിൽ 3 എണ്ണമായിട്ടാണ് വരിക. അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുകയായി. അപ്പം അത് നമ്മൾ കയറുന്ന സമയത്തൊന്ന് ജസ്റ്റ് സ്ലോ ആവും. ഒരു ഗൈഡ് അവിടെ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം അത് ഇങ്ങനെ പിടിച്ച് നിൽക്കും. അപ്പോൾ നമ്മൾ വേഗം സ്പീഡിൽ കയറുക ചെയ്യാം. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടാണ് പോവുക. അപ്പം അതാണ്. അപ്പോൾ നെക്സ്റ്റിലാണ് ഞങ്ങൾ കയറുന്നത്. കാരണം ഇതിൽ ഫുള്ളായി. അതുമാത്രമല്ല ഞങ്ങൾ ഒരുമിച്ച് പോകണമെന്ന് വിചാരിച്ചിട്ട്, അതുകൊണ്ട് ഞങ്ങൾ 6 പേരും ഒരുമിച്ച് പോകണമെന്ന് വെച്ചു. അങ്ങനെ അതങ്ങനെ പോയി. അപ്പം ഞങ്ങൾ അടുത്ത സെറ്റിലാണ് ഞങ്ങൾ കയറുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോകുന്നത് യെല്ലോ കളർ കാറിലാട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പം ഞങ്ങൾ ചാടി കയറുക ചെയ്യാം. അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിൽ കയറി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതൊന്ന് കണ്ടിട്ട് വരും.
അപ്പോൾ ഞങ്ങൾ ഈ കേബിൾ കാറിൻ്റെ സൈഡിൽ തന്നെ അവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ശക്തമായ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ കേബിൾ കാറിൻ്റെ വേഗത കുറയ്ക്കൂ അല്ലെങ്കിൽ നിർത്തി വെക്കുന്നു. അങ്ങനെ ആകുമ്പോൾ പരിഭ്രമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു നമ്പറും ഫോൺ നമ്പറും ഒക്കെ ഉണ്ട്, എന്തെങ്കിലും എമർജൻസി ആയിട്ടുണ്ടെങ്കിൽ വിളിക്കാനൊക്കെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞാൻ ഇതിൽ പറയുന്നേ ഉള്ളൂ കേട്ടോ. പിന്നിൽ നോക്കിയാട്ടെ, അമ്മേന്റെ പിന്നിൽ നോക്ക്. അങ്ങനെ ഞങ്ങൾ ജഡായുപ്പാറ ഈ കേബിൾസ് കാറിൻ്റെ സ്റ്റേഷനിലെത്തി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇതേപോലെ തന്നെയാണ്, അവിടെ നിന്ന് ഇറങ്ങിയ പോലെ തന്നെ നമ്മൾ ഈ കേബിൾ കാർ ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ ചാടി ഇറങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ അതാ ഇറങ്ങി ഞങ്ങൾ നേരെ ജഡായുപ്പാറയിലേക്ക് കയറി. ഈ ജഡായുപ്പാറ എന്ന് പറയുന്നത് 4 പാറകളായിട്ടാണ്. അതിൽ മെയിൻ പാറയിലാണ് ഈ ജഡായുവിൻ്റെ ശില്പമുള്ളത്. അതുപോലെ തന്നെ ഇത് ഈ സീ ലെവലിൽ നിന്ന് 1000 അടി മുകളിലാണ് ഇതുള്ളത്. അതുപോലെ തന്നെ 70 അടിയാണ് ഈ ശില്പത്തിൻ്റെ ഹൈറ്റ് വരുന്നത്. അതുപോലെ നമ്മുടെ ഫേമസ് ഫിലിം ഡയറക്ടറായ ശ്രീ രാജീവ് അഞ്ചലാണ് ഇതിൻ്റെ ശില്പി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബേർഡ് സ്കൾപ്ചറാണ്. ഈ 10,000 സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ ഏരിയ ഉള്ളത്. നല്ലൊരു കാലാവസ്ഥയായിരുന്നു, കാരണം അവിടെ ഒരു മഴക്കാറ് മൂടി നിൽക്കുക എന്നല്ലാതെ മഴയായിട്ടില്ലായിരുന്നു. നല്ലൊരു അന്തരീക്ഷം. ഇപ്പോൾ പെയ്യും എന്നുള്ളൊരു രീതിയിലായിരുന്നു ആ മഴക്കാറ് നിൽക്കുന്നത്. അത് വെയിലാണെങ്കിൽ വെയിൽ തീരെ ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല സുഖമായിട്ട് അവിടെയൊക്കെ എന്താ പറയുക, അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി ഞങ്ങൾ തിരിച്ച് ഊബർ കയറിയവരാണ് നമുക്ക് മഴ കിട്ടിയത്. അതുവരെ മഴ ഉണ്ടായിട്ടേ ഇല്ല, മഴയില്ല, ഇടിമിന്നലും ഒക്കെ. തലേ ദിവസം നല്ല ഇടിമിന്നലായിരുന്നു. ഞങ്ങൾക്കതൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല. അതൊക്കെ ദൈവം നല്ല പോലെ ഞങ്ങളെ സഹായിച്ചു കേട്ടോ. ഈ ജഡായുപ്പാറയ്ക്ക് രാമായണം ബേസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമ്മുടെ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയ സമയത്ത് സീതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പക്ഷിശ്രേഷ്ഠനായ ജഡായു ചെന്നു. അപ്പം രാവണൻ അതിൻ്റെ ചിറക് മുറിച്ചു. അപ്പം ആ പക്ഷി വന്ന് വീണത് ഈ പാറയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ജഡായുപ്പാറ എന്നും ഈ സ്ഥലത്തിന് ചടയമംഗലം എന്ന പേരും വന്നത്. അതൊക്കെയാണ് നമ്മുടെ ഈ ഐതിഹ്യം. ഉച്ച സമയത്താണല്ലോ അവിടെ എത്തിയത്. അപ്പം ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾക്ക് അവിടെ ചെറിയൊരു സ്നാക്സ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് സ്നാക്സും ചായയും ഒക്കെ അവിടുന്ന് കുടിച്ചു.
ജഡായുപ്പാറയിൽ അഡ്വഞ്ചറസ് ആക്ടിവിറ്റി, അതുപോലെ തന്നെ മ്യൂസിയം, 3D ഷോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് കേൾവി. പക്ഷേ അതൊന്നും ഇതുവരെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ജഡായുപ്പാറയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് രാമക്ഷേത്രമുണ്ട്. അതായത് രാമൻ്റെ കാൽപാദമുണ്ട് അവിടെ. അതുപോലെ തന്നെ ഒരു കുളം. ഈ ഒരു കുളത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അന്ന് ജഡായു ഈ പക്ഷി വീണ ശേഷം രാമനോട് ഈ വിവരം പറയാൻ വേണ്ടിയിട്ട് അതിന് ജീവൻ നിലനിർത്തിയത് ആ കുളത്തിലെ വെള്ളം കുടിച്ചിട്ടാണെന്നാണ് പറയുന്നത്. അപ്പം അവിടെ ഇതൊക്കെ കാണാനുണ്ട്. പക്ഷെ ഞാൻ ആ ഭാഗം ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ആ ഭാഗത്തേക്കൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ആ ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഒരു സൈഡ് ഇങ്ങനെ രാമക്ഷേത്രവും ഇതിൻ്റെ കാൽപ്പാടവും അതുപോലെ തന്നെ കുളവുമാണുള്ളത്. അത് വിട്ടുപോയി. അങ്ങനെ പറയുന്ന ജസ്റ്റ് കുറച്ച് പടി ഇറങ്ങി താഴോട്ടൊരു വ്യൂ പോയിന്റ് പോലെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയൊന്ന് ജസ്റ്റ് പോയിട്ട് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ട് നേരെ തിരിച്ചിറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ തിരിച്ചിറങ്ങാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പം കേബിൾ കാറിന് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഈ വെയിറ്റ് ചെയ്തിട്ട് ഇനി അടുത്ത കാറ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര പേരാന്ന് വെച്ചാൽ ചോദിച്ച് താഴെ ഇറക്കും. അങ്ങനെ ഇനിയിപ്പോൾ പിന്നെ തിരിച്ച് വരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ഏറ്റവും താഴെ എത്തി കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ നേരെ ഊബർ വിളിച്ച് വർക്കല പോകാമെന്ന് വിചാരിച്ചത്. ഇത് ഒക്കെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണല്ലോ. കുറച്ച് കിലോമീറ്റർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 40 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അവിടെ എവിടെയോ എഴുതി വെച്ചത് ഞാൻ കണ്ടു, വർക്കലയ്ക്കുള്ള കിലോമീറ്റർ. അപ്പം നമുക്ക് ഊബർ വിളിച്ച് നേരെ വർക്കലയ്ക്ക് പോകാം. അപ്പോൾ നമുക്കിനി കുറച്ച് അവിടുത്തെ വിശേഷങ്ങളും കാണാം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ജഡായുപ്പാറയും വർക്കലയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള
ഇതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം പിന്നെ ഈ ക്ലോക്ക് റൂമിൽ പോയി ഞങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു ചേച്ചി നമുക്ക് വർക്കലയ്ക്കുള്ള വണ്ടി റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വർക്കലയ്ക്ക് പോയി. അങ്ങനെ ഞങ്ങൾ നേരെ വർക്കല ക്ലിഫിലേക്ക് വിട്ടു. അങ്ങനെ വർക്കല ക്ലിഫ് എത്തി. ഞങ്ങൾ കുറച്ച് ലേറ്റായി, നല്ല മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാനാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ ഡിന്നറാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ഒരു ഹോട്ടലിൽ കയറി നല്ലോണം ഫുഡ് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുക ചെയ്തത്. കാരണം രാത്രിയായി, പിന്നെ നല്ല മഴ വന്നു. അങ്ങനെ പിന്നെ അവിടെ ഞങ്ങൾക്ക് അധിക സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമുക്ക് അവിടെ നിന്ന് എന്തൊക്കെയാണ് കഴിച്ചതെന്നൊക്കെ കാണാം. ഇതാണ് കേട്ടോ ഞങ്ങൾ കയറിയ ഹോട്ടലിൻ്റെ ആ ഒരു ഫുൾ ആംബിയൻസ്. നമ്മൾക്ക് എന്താണ് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നല്ല സൈഡ് വ്യൂ ആയിട്ട് നമ്മളെ കടലുണ്ടായിരുന്നു. അപ്പോൾ കടൽ കണ്ടിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ. അപ്പം ഈ Day 2 വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.